നമസ്കാരം, ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ ഇലക്ഷന് ശേഷം രാഷ്ട്രീയ പ്രവർത്തകർക്ക് വലിയ പണികളൊന്നും തന്നെയില്ല. അതുകൊണ്ട് ഇപ്പോൾ കേരളത്തിലെ പ്രധാന പരിപാടി ചർച്ചയും ഇലക്ഷൻ വിശകലനങ്ങളും ഒക്കെയാണ്. ആകെ കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത്. ഇതിൽ 20 എണ്ണവും UDF-ന് ലഭിക്കുമെന്ന് KPCCയുടെ അവലോകനം. സംസ്ഥാനം ഭരിക്കുന്ന LDF-ന് 18 സീറ്റുകൾ ലഭിക്കുമെന്നതാണ് അവരുടെ അവകാശവാദം. ഇനി കേരളത്തിൽ ഒരു MLA പോലും ഇല്ലാത്ത, എന്നാൽ ഇന്ത്യ രാജ്യം ഭരിക്കുന്ന BJP പറയുന്നത് അവർക്ക് 10 മുതൽ 12 സീറ്റുകൾ വരെ ലഭിക്കും എന്നാണ്. ഇങ്ങനെ ഒരു അത്ഭുതം സംഭവിക്കണമെങ്കിൽ കേരളത്തിൽ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം 50ആയി ഉയർത്തണം. ഇനിയിപ്പോൾ ഫലം പുറത്തു വരുമ്പോൾ തോറ്റവർ പറയുന്ന ഒരു സ്ഥിരം കാച്ചലുണ്ട്. ഞങ്ങൾ തോറ്റെങ്കിലും ഞങ്ങൾക്ക് വോട്ടിംഗ് ശതമാനം കൂടി എന്നതാണത്. അതായത് തോൽവി ആർക്കും, പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർക്ക് ഇഷ്ടമില്ലാത്ത ഒരു വാക്കാണ്. ഇത്തവണത്തെ പോളിംഗ് ശതമാനത്തിൽ 3 പ്രധാന രാഷ്ട്രീയ പാർട്ടികൾക്കും വലിയ ഉത്കണ്ഠയുണ്ട്. 71% എന്നത് കേരള തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ വളരെ കുറച്ചു മാത്രം സംഭവിച്ചിട്ടുള്ളതാണ്. എന്തായാലും ഫലമറിയാൻ നമുക്കും കാത്തിരിക്കാം. അതവിടെ നിൽക്കട്ടെ. പറയാൻ വന്നത് വേറൊരു കാര്യമാണ്. സത്യത്തിൽ ഈ രാഷ്ട്രീയം തന്നെ ഒരു കള്ളത്തരമാണ്. എല്ലാവർക്കും അറിയാം, അധികാരത്തിലെത്താൻ വേണ്ടി സമസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എത്ര മോശം വഴികളും തിരഞ്ഞെടുത്ത് പൊതുജനമാകുന്ന നമ്മളെ പരമാവധി വിഡ്ഢികൾ ആക്കും. തെരഞ്ഞെടുപ്പിൽ ചെലവഴിക്കാൻ ധാരാളമായി പണം ആവശ്യമുണ്ട്. അത് അറിയാവുന്നത് കൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ സർവ്വധന വിനിയോഗ മാർഗങ്ങളും ഈ ഇലക്ഷനിൽ BJP വൃത്തികെട്ട രാഷ്ട്രീയ അധികാര കളിയിലൂടെ ബ്ലോക്ക് ചെയ്തു. ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷത്തെ ശ്വാസം മുട്ടിച്ച് ജനാധിപത്യ സംവിധാനത്തിൻ്റെ സുതാര്യത തന്നെ നഷ്ടമാക്കി BJP. കേരളത്തിലെ രാഷ്ട്രീയ ശത്രുക്കളാണ് UDF-ഉം LDF-ഉം. എന്നാൽ ഇത് കേരളത്തിനുള്ളിൽ മാത്രമുള്ള ഒരു ശത്രുതാ പ്രതിഭാസമാണ്. കേരളത്തിന് പുറത്ത് അവർ ബഡാ ദോസ്തുക്കളാണ്. ഇന്ത്യ മുന്നണി എന്ന ഒരു സംഘടനയിലെ കൂട്ടുകക്ഷികൾ. ഇനി LDF എന്നത് 99% വരെ ഒരു യുക്തിവാദി രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്തവർ. എന്നാൽ തലയിൽ മുന്നിട്ടും നേരം വെളുക്കുന്നതിന് മുൻപ് ക്ഷേത്രങ്ങളിൽ പോയി കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ധാരാളം സഖാക്കൾ ഉണ്ടെന്നത് ഒരു വിപ്ലവ സത്യം. പ്രധാന വിഷയം ഇതാണ്. ഇപ്പോൾ പട്നയിൽ കഗഡിയ ലോക്സഭാ മണ്ഡലത്തിലെ CPM സ്ഥാനാർത്ഥി സഞ്ജയ് കുമാറിനായി നിരീശ്വരവാദികൾ ഈശ്വരന്റെ പേരിലാണ് വോട്ടുപിടുത്തം നടത്തുന്നത്. അതും സാക്ഷാൽ ഹനുമാൻ സ്വാമിയുടെ. പോസ്റ്ററിൽ മുഴുവൻ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തെക്കാൾ വലുപ്പത്തിൽ ഹനുമാൻ സ്വാമിയുടെ ചിത്രങ്ങളാണ്. CPM-ന് ഇങ്ങനെയൊക്കെ ചെയ്തേ പറ്റൂ. കാരണം കേരളത്തിൽ UDF-ന് അട്ടിമറി വിജയമെങ്ങാനും സംഭവിച്ചാൽ ദേശീയ പാർട്ടി സ്ഥാനവും പോയി സ്വന്തം ചിഹ്നം നഷ്ടമാകുന്ന രാഷ്ട്രീയ ഗതികെട്ട അവസ്ഥയിലാണ് LDF ഉള്ളത്. അപ്പോൾ പിന്നെ ഹനുമാൻ സ്വാമിയല്ല, സാക്ഷാൽ BJP ദൈവമായ ശ്രീരാമ ഭഗവാന്റെ ചിത്രവും പോസ്റ്ററിൽ പതിപ്പിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നമ്മൾ പൊതുജനം വോട്ടർമാർ എന്നും അത് തന്നെ. ന്യൂസ് ഡെസ്ക്, ചാനൽ 91.